ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് PCB ഡിസൈനിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് PCBയെ പറ്റിയോ ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റുകളെ പറ്റിയോ ഒന്നും തന്നെ അറിയാത്ത ഒരാൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവണം എന്താണ് PCB ഡിസൈനിങ്, എന്താണ് PCB എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിൽ എന്തൊക്കെയാണുള്ളത്, അതിനകത്ത് എന്തൊക്കെ മാനുഫാക്ചറിങ് സ്റ്റേജുകളുണ്ട് എന്നെല്ലാം മനസ്സിലാക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ വീഡിയോ മുതൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി നമ്മളുടെ മേഖലയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഞാൻ കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല, നമുക്ക് കണ്ടന്റിലേക്ക് കടക്കാം. PCB ഡിസൈനിങ്. PCB എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് എന്നുള്ളതിൻ്റെ ചുരുക്ക രൂപമാണ് PCB എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ശാസ്ത്രശാഖ വളർന്നതോടുകൂടി അതിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും കൺട്രോളിംഗ് സർക്യൂട്ടുകളും ഒക്കെ കൂടുതലായിട്ട് വരാൻ തുടങ്ങി. അതായത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൻസേഴ്സിനെ പറ്റി കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങി. അതായത് ട്രാൻസ്ഡ്യൂസറുകൾ എന്ന് പറയും. അതായത് ട്രാൻസ്ഡ്യൂസറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോമിലുള്ള എനർജിയെ മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു ചെറിയ ഡിവൈസാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺവേർഷൻ അല്ലെങ്കിൽ ഒരു മാറ്റത്തിന് ഇടയിൽ നിൽക്കുന്ന കമ്പോണൻറ്റുകളെയാണ് നമ്മൾ ട്രാൻസ്ഡ്യൂസറുകൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ LDR എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്ഡ്യൂസറാണ്. അതുപോലെ തന്നെ LED ഒരു ട്രാൻസ്ഡ്യൂസറാണ്. അത് ഇലക്ട്രിക്കൽ എനർജിയെ വന്നിട്ട് ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ LDR എന്ന് പറയുന്ന ട്രാൻസ്ഡ്യൂസർ അല്ലെങ്കിൽ കമ്പോണൻറ്റ് ലൈറ്റ് എനർജിയെ റെസിസ്റ്റൻസിൻ്റെ വേരിയേഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ പേരിൽ തന്നെയുണ്ട് LDR, ലൈറ്റ് ഡിപ്പെൻഡബിൾ റെസിസ്റ്റർ. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി കമ്പോണൻറ്റുകൾ ഒന്നിപ്പിച്ച് കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മളൊരു സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന സർക്യൂട്ടുകളിൽ ധാരാളം കമ്പോണൻറ്റുകൾ ഉണ്ടാകും. അതായത് ട്രാൻസിസ്റ്റർ, LED, അല്ലെന്നുണ്ടെങ്കിൽ ക്രിസ്റ്റലുകൾ, അങ്ങനെ ഒത്തിരി കമ്പോണൻറ്റുകൾ കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മളൊരു സർക്യൂട്ട് ഉണ്ടാക്കുന്നത്. ഈ സർക്യൂട്ടുകൾ തമ്മിൽ വയറുകൾ ഉപയോഗിച്ച് പരസ്പരം ലിങ്ക് ചെയ്യാൻ സാധിക്കില്ല. അത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് ബൾക്കി ആയിട്ടും വൃത്തികേടായിട്ടും ഒക്കെ ഇരിക്കും. അതുമാത്രമല്ല, ട്രബിൾ ഷൂട്ട് ചെയ്യാനും ഒക്കെ വളരെ വിഷയമുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു പ്രശ്നത്തിന് പരിഹാരം എന്നുള്ള രീതിയിലാണ് PCB എന്നുള്ള ഒരു കൺസെപ്റ്റ് എൻജിനീയേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ കമ്പോണൻറ്റുകളെ എല്ലാം തന്നെ ഒരു ഇൻസുലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കടത്തിവിടാത്ത ഒരു ബോർഡിൽ ഫിക്സ് ചെയ്യുന്നത് വഴി, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ബോർഡിൽ മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അടിയിലൂടെ അല്ലെങ്കിൽ മുകളിലൂടെ അല്ലെങ്കിൽ മിഡിലിലൂടെ ഒക്കെ ഇലക്ട്രിക്കൽ കണക്ഷൻസ് കൊടുത്തുകൊണ്ട് ഒരു സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കൺസെപ്റ്റിലേക്ക് എത്തി. അതായത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അതായത് ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റുകൾക്ക് മെക്കാനിക്കൽ സപ്പോർട്ടും, അതായത് ഇത് ഫിക്സ്ഡ് ആയിട്ട് ഒരിടത്ത് തന്നെ നിൽക്കണം, മൂവ്മെൻ്റ് ഉണ്ടാകാൻ പാടില്ല. അതായത് ചെറിയ ഇളക്കമോ, കമ്പോണൻറ്റുകൾക്ക് ചെറിയ ഇളക്കമോ ചെറിയ തട്ടലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാലും അതിൻ്റെ ഇലക്ട്രിക്കൽ ഫങ്ഷണൽ പ്രോപ്പർട്ടിക്ക് യാതൊരു മാറ്റവും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ട്രിപ്പ് ബോർഡ്, ബ്രെഡ് ബോർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ബോർഡുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബോർഡുകളിൽ ഇപ്പോൾ ഇങ്ങനെയുള്ള സർക്യൂട്ടുകൾ അസംബിൾ ചെയ്തെങ്കിൽ പോലും നമുക്ക് അത് റിലയബിലിറ്റി ഉണ്ടാവില്ല. അതായത് ചെറിയ സർക്യൂട്ടുകൾ അനങ്ങുമോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ഔട്ട്പുട്ട് കിട്ടില്ല. അപ്പോൾ അതിനൊക്കെ എല്ലാം ഉള്ളൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് PCB കൊണ്ടുവന്നത്. PCB കൊണ്ടുവന്നപ്പോഴത്തേക്കും ഈ ഒരു മെക്കാനിക്കൽ സപ്പോർട്ട് അവിടെയുണ്ട്. കാരണം നമ്മൾ ഇത് ഫിക്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു നോൺ കണ്ടക്റ്റീവ് മെറ്റീരിയലിൻ്റെ പുറത്താണ് ഇത് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഇത് അതിലൂടെ തന്നെ ട്രാക്കുകൾ വയറിന് പകരം, അതായത് നമ്മളുടെ നോർമൽ വയറിന് പകരം കോപ്പറിൻ്റെ ട്രാക്കുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ട്രാക്കുകൾ വഴി ഇലക്ട്രിക്കൽ സിഗ്നലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബൈ ഡയറക്ഷനിൽ ട്രാൻസ്ഫർ ആവുകയും അല്ലെങ്കിൽ പവർ സപ്ലൈ വോൾട്ടേജുകൾ ആ പർട്ടിക്കുലർ കമ്പോണൻ്റ് ലീഡുകളിലേക്ക് പോവുകയും എല്ലാം ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിനെയാണ് PCB എന്ന് പറയുന്നത്. ഒരു PCBക്കകത്ത് 2 പാർട്ടുകളാണുള്ളത്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ഒരു PCBക്കകത്ത് 2 പാർട്ടുകളാണുള്ളത്. ഒന്നാമത്തത് സബ്സ്ട്രേറ്റ് എന്ന് പറയും.
അതായത് ആ ബോർഡ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഇൻസുലേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഷീറ്റ്. ഓക്കെ, രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിന്റഡ് വയേഴ്സ് ആണ്, അതായത് കോപ്പർ ട്രേസുകൾ. ഓക്കെ, അതായത് ഇലക്ട്രിസിറ്റിയെ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നതിന് അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്തുകൊണ്ട് പോകുന്നതിന് വേണ്ട ട്രേസുകൾ, വയറുകൾ പോലെ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. ഈ സബ്സ്ട്രേറ്റ് സർക്യൂട്ട്സിലെ കമ്പോണൻസിനെ ഫിസിക്കലായിട്ട് ഹോൾഡ് ചെയ്യുന്നു. അതുമാത്രമല്ല, പ്രിന്റഡ് വയറുകളെ പ്രോപ്പറായിട്ടുള്ള സ്ഥാനത്തിൽ തന്നെ പിടിച്ചു നിർത്തുന്ന അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള സ്ഥാനങ്ങളിൽ തന്നെ ഫിക്സ്ഡ് ആക്കി വെക്കുന്നതിനും വളരെയധികം റോള് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റോളുണ്ട്. അതുമാത്രമല്ല, ഈ സബ്സ്ട്രേറ്റിന് 2 കണ്ടക്റ്റീവ് പാർട്സിൻ്റെ ഇടയ്ക്ക് ഒരു ഇൻസുലേറ്റർ ആയിട്ട്, അതായത് ഇപ്പോൾ ഡബിൾ സൈഡഡ് PCB ആണ് ഡിസൈൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 2 കണ്ടക്റ്റീവ് പാർട്ട്, ഫസ്റ്റ് ലെയർ മുകളിൽ വരും, സെക്കൻഡ് ലെയർ താഴെ വരും. അപ്പോൾ ഇങ്ങനെ 2 കണ്ടക്റ്റീവ് ലെയറിൻ്റെ ഇടയ്ക്ക് ഇൻസുലേറ്റർ ആയിട്ടും ഇത് ആക്ട് ചെയ്യും. സ്വാഭാവികമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന സബ്സ്ട്രേറ്റുകൾ, അതായത് ഈ ബോർഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സബ്സ്ട്രേറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FR4 എന്ന മെറ്റീരിയൽ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഫൈബർ ഗ്ലാസ് എപ്പോക്സി ലാമിനേറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. FR4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയർ റെസിസ്റ്റൻ്റ് ആണ്, അതായത് തീയൊന്നും പിടിക്കൂല. അങ്ങനെയൊക്കെ ഉള്ള കുറേ പ്രോപ്പർട്ടികൾ വെച്ചിട്ടാണ് ഇതിൻ്റെ മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്ന സബ്സ്ട്രേറ്റ്, അതായത് ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെഫ്ലോൺസ് യൂസ് ചെയ്യാറുണ്ട്, സെറാമിക്സ് യൂസ് ചെയ്യാറുണ്ട്, സ്പെഷ്യൽ പോളിമേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒത്തിരി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സബ്സ്ട്രേറ്റ്സ് നമ്മുടെ റിക്വയർമെൻറ്റിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഓരോ ഗ്രേഡുകൾക്കനുസരിച്ചിട്ട്, ഓരോ PCBകൾക്ക് ഓരോ ഗ്രേഡുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ഗ്രേഡുകൾക്കനുസരിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PCBയുടെ കോറിനെ പറ്റിയും അതിൻ്റെ ലെയർ സ്റ്റാക്കപ്പിനെ പറ്റിയാണ്. ലെയർ സ്റ്റാക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലെയർ സ്റ്റാക്കപ്പ് അതായത് ലെയറുകൾ ഇങ്ങനെ അടുക്കി വെക്കുന്നതിനെയാണ് സ്റ്റാക്കപ്പ് എന്ന് പറയുന്നത്. സിംഗിൾ സൈഡഡ് PCB ഉണ്ട്, ഡബിൾ സൈഡഡ് PCB ഉണ്ട്, 4 ലെയർ PCB ഉണ്ട്. സിംഗിൾ സൈഡ്, ഡബിൾ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലെയർ 2 ലെയർ എന്ന മീനിങ്ങും കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കോണം. അപ്പോൾ സിംഗിൾ സൈഡഡ് അതായത് 1 ലെയർ, ഡബിൾ സൈഡഡ് അതായത് 2 ലെയർ, പിന്നെ 4 ലെയർ ഉണ്ട്, 8 ലെയർ ഉണ്ട്, 12 ലെയർ ഉണ്ട്. അങ്ങനെ ഒത്തിരി ലെയറുകൾ ഉള്ള PCBകൾ ഉണ്ട്. അപ്പോൾ ഈ ലെയറുകൾ കൂടുന്തോറും മാനുഫാക്ചർ ചെയ്യുന്നതിൻ്റെ എക്സ്പെൻസ് കൂടുതലായിരിക്കും, ഡിഫിക്കൽറ്റികൾ കൂടുതലായിരിക്കും. സ്വാഭാവികമായിട്ടും നമ്മളുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന PCBകൾ എന്ന് പറയുന്നത് ഒന്നുകിൽ സിംഗിൾ സൈഡ് അല്ലെങ്കിൽ ഡബിൾ സൈഡ് അല്ലെങ്കിൽ 4 ലെയർ PCBകളായിരിക്കും. അതും അല്ലെന്നുണ്ടെങ്കിൽ മാക്സിമം 8 സൈഡഡ് PCBകളായിരിക്കും നമ്മളുടെ നോർമൽ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഈ ലെയർ സ്റ്റാക്കപ്പിനെ പറ്റി പറഞ്ഞു. അതായത് ഇനിഷ്യലി സിംഗിൾ സൈഡഡ് PCBയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ ഫുള്ളി കോപ്പർ ആയിരിക്കും. ഒരു ഷീറ്റ് കോപ്പറിനെ എടുത്തിട്ട് ഒരു FR4ൻ്റെ ഒരു ഷീറ്റിനെ കൂടി എടുക്കുന്നു. ഇത് തമ്മിൽ ഒട്ടിച്ച് ചേർത്തിട്ട് ഫുള്ളായിട്ടുള്ളൊരു ഇതായിരിക്കും അപ്പോൾ അവിടെ ഉണ്ടായിരിക്കുക. അപ്പോൾ അതിനെയാണ് നമ്മൾ കോപ്പർ ക്ലാഡ് ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോപ്പർ ക്ലാഡ് ബോർഡിൽ നമുക്ക് വേണ്ട റിക്വയർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്ത PCBയുടെ ലേഔട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് പറയും, അതിനെ നമ്മൾ പ്രിൻ്റ് ചെയ്യും. അത് സ്ക്രീൻ പ്രിൻറ്റിങ് വഴി ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ പല മെത്തേഡുകളുണ്ട്. ഒന്നിൽ CNC മില്ലിങ് യൂസ് ചെയ്തിട്ട് ചെയ്യും, അതും അല്ലെങ്കിൽ ഫോട്ടോ എച്ചിങ് മെത്തേഡുണ്ട്. അങ്ങനെയുള്ള പല ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മെത്തേഡ്സുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും മെത്തേഡ്സ് വഴി നമ്മൾ ഈ കോപ്പർ ക്ലാഡ് ബോർഡിലോട്ട് ഈ ഡിസൈൻ ചെയ്തതിൻ്റെ നെഗറ്റീവ് നമ്മൾ അതിലേക്ക് പ്രിൻ്റ് ചെയ്യുകയും അതിനുശേഷം നമ്മൾ ഫെറിക് ക്ലോറൈഡ് എന്ന് പറഞ്ഞ സൊല്യൂഷനിനകത്തോട്ട് ഈ പറഞ്ഞ കോപ്പർ ക്ലാഡ് ബോർഡ് മുക്കിയിടും. അപ്പോഴത്തേക്കും നമ്മൾ പ്രിൻ്റ് ചെയ്ത ഭാഗത്തെ കോപ്പറുകളെല്ലാം അവിടെ തന്നെ ഹോൾഡ് ചെയ്യുകയും പ്രിൻ്റ് ചെയ്യാത്ത ഭാഗത്തെ കോപ്പറുകളെല്ലാം ഈ ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷനിൽ കെമിക്കൽ റിയാക്ഷൻസ് മൂലം ഡിസോൾവ് ആയി പോകും, അതായത് ലയിച്ചു പോകും. അപ്പം മിച്ചമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിച്ചം അതിലുണ്ടാകുന്ന കോപ്പറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രിൻ്റ് ചെയ്ത കോപ്പറുകൾ തന്നെ ആയിരിക്കും. എന്നിട്ട് നമ്മൾ ഈ ബോർഡിൽ പ്രോപ്പറായിട്ടുള്ള ഹോൾസ് ഇട്ടതിന് ശേഷം നമ്മൾ നമ്മുടെ കമ്പോണൻസിൻ്റെ ലീഡുകൾ കയറ്റി വെച്ചിട്ട് ജസ്റ്റ് സോൾഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ത്രൂ ഹോൾ ആണെങ്കിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. SMD ആണെന്നുണ്ടെങ്കിൽ സർഫസ് മൗണ്ട് ടെക്നോളജി എന്ന് പറഞ്ഞത്, അതായത് സർഫസ് മൗണ്ട് ടെക്നോളജിയിൽ ഉപയോഗിക്കുന്ന കമ്പോണൻസ് ആണ് സർഫസ് മൗണ്ട് ഡിവൈസ് SMD കമ്പോണൻസ് എന്ന് പറയുന്നത്.
അപ്പോൾ SMD കമ്പോണൻസ് ആണെന്നുണ്ടെങ്കിൽ സെയിം ലെയറിൽ തന്നെ ആയിരിക്കും അതിൻ്റെ പാർട്സും കാര്യങ്ങളും എല്ലാം വരുന്നത്. അതൊക്കെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയിരിക്കുക ഒരു PCB മാനുഫാക്ചർ ചെയ്യുമ്പം ഉള്ള ആ ഒരു സ്റ്റേജുകൾ. അപ്പം ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ നടുക്കുള്ളത് ഒരു FR4 സബ്സ്ട്രേറ്റ് ആണ്. മുകളിലും താഴെയും കോപ്പർ ക്ലാഡിംഗ് ആണ്. അതായത് ഇത് ഫുള്ളി ഒരു കോപ്പറിൻ്റെ ഒരു ലെയറാണ്, കോപ്പറിൻ്റെ ഷീറ്റാണ്. അതുപോലെ തന്നെ താഴെയും കോപ്പറിൻ്റെ ഷീറ്റാണ്. അതുപോലെ കോപ്പറിൻ്റെ ഷീറ്റുകൾ അടുക്കി വെച്ചിരിക്കുന്ന ഡിഫറെൻറ്റ് ലെയർ സ്റ്റാക്കിങ്ങുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് ഈ നടുക്കുള്ളത് FR ആണ്, FR4, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ. ഈ പ്രീപഗ് എന്ന് പറയുന്നതും ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിലുള്ളത് ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയലാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലെല്ലാം കോപ്പർ ഷീറ്റുകൾ അടുക്കി വെച്ചിരിക്കുകയാണ്. ഈ ഒരു രീതിയിലാണ് ഇത് 4 ലെയർ PCB ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോപ്പർ ക്ലാഡ് ബോർഡാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ there are 3 methods of assembling the core when making a multi-layer board. മൾട്ടി-ലെയർ ബോർഡ് മേക്ക് ചെയ്യുമ്പോഴത്തേക്കും 3 വിധത്തിലുള്ള മെത്തേഡ്സ് ആണ് സ്വാഭാവികമായിട്ടും മാനുഫാക്ചറിങ് ചെയ്യുന്നവർ അപ്രോച്ച് ചെയ്യാറുള്ളത്. അതായത് ഫസ്റ്റ് 2 മെത്തേഡ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ മെത്തേഡ്സിൽ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന് റൗട്ടിംഗ് ലെയർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഒന്ന് പ്ലെയിൻ ലെയർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. പ്ലെയിൻ ലെയർ എന്ന് പറയുന്നതിനെയാണ് പവർ സപ്ലൈ ലെയർ എന്ന് പറയുന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു പവർ സപ്ലൈ, അതായത് കമ്പോണൻസിന് വേണ്ട പവർ സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നത് ആ ലെയർ ആയിരിക്കും. റൗട്ട് ചെയ്യുന്ന ലെയർ, അതായത് റൗട്ടിംഗ് ലെയർ എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ ഉണ്ടായിരിക്കുന്നത് ഇലക്ട്രിക്കൽ സിഗ്നലുകൾ ക്യാരി ചെയ്യുന്ന കോപ്പർ ട്രേസുകൾ അല്ലെങ്കിൽ ട്രാക്കുകളായിരിക്കും ഉണ്ടായിരിക്കുക. ഇതൊരു 6 ലെയർ PCBയുടെ ഒരു ഡയഗ്രമാണ് കാണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ സെക്ഷൻ വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. 6 ലെയർ PCBയുടെ സെക്ഷൻ വ്യൂ. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഫാബ്രിക്കേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള മെത്തേഡാണ്. ആ ഒരു മെത്തേഡിൽ ഇൻവോൾവ് ആകുന്ന കാര്യങ്ങളാണ് ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇതിനകത്ത് ടോപ്പ് സോൾഡർ മാസ്ക് ഉണ്ട്, പിന്നെ പ്ലേറ്റഡ് ത്രൂ ഹോൾ വിയാസ് ഉണ്ട്, വിയ അല്ലെങ്കിൽ വയ എന്ന് പറയാം. സ്റ്റാൻഡേർഡ് കോർ സ്റ്റാക്കപ്പിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, ബോട്ടം സോൾഡർ മാസ്ക് ഉണ്ട്, ടോപ്പ് ബിൽഡപ്പ് ഉണ്ട്, ബോട്ടം ബിൽഡപ്പ് ഉണ്ട്, പിന്നെ പ്ലാസ്മ മൈക്രോ വിയ ഉണ്ട്, ബ്ലൈൻഡ് ആണ്. അതുപോലെ തന്നെ ലേസർ മൈക്രോ വിയ ഉണ്ട്. വിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല. വിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെയറിലുള്ള ട്രാക്കിനെ, ഒരു ലെയറിലുള്ള കോപ്പർ വഴികളെ അല്ലെങ്കിൽ ട്രാക്കിനെ അടുത്ത ലെയറിലുള്ള കോപ്പർ ട്രാക്കുമായിട്ട് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കണക്ഷനുമായിട്ട് ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ചെറിയ ഇലക്ട്രിക്കൽ കണക്ഷൻസ് ആണ്, അല്ലെങ്കിൽ ചെറിയ ഇലക്ട്രിക്കൽ കണക്ഷൻസ് ആണ് വിയാസ് എന്ന് പറയുന്നത്. അത് ബ്ലൈൻഡ് വിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസൈഡ് ലെയറിലുള്ള ഒരു ലെയറുമായിട്ടായിരിക്കും, കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ലെയറുമായിട്ടായിരിക്കും ബന്ധിപ്പിക്കുന്നത്. ഇവിടെ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു വിയ കാണിച്ചിട്ടുണ്ട്. പിന്നെ ബറീഡ് വിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തുള്ള ലെയറുകൾ തമ്മിൽ കണക്ഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇതാണ്. പിന്നെ ത്രൂ ഹോൾ വിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ അല്ലെങ്കിൽ ആദ്യത്തെ ലെയറിനെ ഏറ്റവും അവസാനത്തെ അല്ലെങ്കിൽ ഈ ആദ്യത്തെ ലെയറുമായിട്ട് ലിങ്ക് ചെയ്യുന്നതിന് ത്രൂ ഹോളാണ്. അതായത് ജസ്റ്റ് ആ ബോർഡിന് എക്രോസ് ആയിട്ട് ഹോള് വരികയും ചെയ്യും. ആ ഹോളിലൂടെ ആ ഹോളിൽ കോപ്പറിൻ്റെ ട്രാക്ക് അല്ലെങ്കിൽ ട്രേസ് അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി ഉണ്ടായിരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള വിയയാണ് പ്ലേറ്റഡ് ത്രൂ ഹോൾ വിയ എന്ന് പറയുന്നത്. പിന്നെ ഇത് ജസ്റ്റ് പ്ലേറ്റഡ് ഹോള് മാത്രമാണ്, അതായത് ഇതിൽ ഹോള് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇതേപോലെ ഇലക്ട്രിക്കൽ കണക്ഷൻസ് ഉണ്ടായിരിക്കില്ല. അതായത് ഈ ലെയറും ഈ ഇതും തമ്മിൽ നോ കണക്ഷൻസ് ആണ്. എന്നാൽ ഇവിടെയാണെങ്കിൽ ഇതും തമ്മിൽ കണക്ഷൻ ഉണ്ടാകുന്നുണ്ട്. വ്യക്തമായി മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ സമയം പോലെ മറുപടി തരുന്നതാണ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഒരു 3 ഡയമെൻഷണൽ PCBയുടെ പിക്ചറും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് കുറച്ചുകൂടി മനസ്സിലാകത്തക്ക രീതിയിൽ ഞാൻ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട്
ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.